ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർണമായ ഭീഷണികൾ കണക്കിലെടുത്ത് മെയ് 7 ബുധനാഴ്ച 244 തരംതിരിച്ച സിവിൽ ഡിഫൻസ് ജില്ലകളിലായി മോക്ക് ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ എന്തു തിരിച്ചടി നൽകണമെന്ന് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നടത്തിയ ഉന്നതതല യോഗങ്ങൾക്ക് ശേഷമാണ് ഈ ഉത്തരവ്. സിവിലിയൻ സന്നദ്ധത പരീക്ഷിക്കുന്നതിനായി ഇന്ത്യൻ അധികാരികൾ മോക്ക് ഡ്രിൽ ആസൂത്രണം ചെയ്യുകയാണ്. ഈ ഡ്രിൽ ഉടനടി സംഘർഷത്തിന്റെ സൂചനയില്ലെന്നും വിശാലമായ സിവിൽ ഡിഫൻസ് ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. യുദ്ധം, മിസൈൽ ആക്രമണം, വ്യോമാക്രമണങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ സാധാരണക്കാരും സർക്കാർ സംവിധാനങ്ങളും എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് പരീക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് വ്യായാമമാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ. മെയ് 7-ന് മോക്ക് ഡ്രിൽ പരിശീലനത്തിനിടെ താൽക്കാലിക വൈദ്യുതി തടസ്സപ്പെടൽ, മൊബൈൽ സിഗ്നലുകൾ താൽക്കാലികമായി നിർത്തൽ, ഗതാഗതം വഴിതിരിച്ചുവിടൽ എന്നിവ അനുഭവപ്പെട്ടേക്കാം. ചില പ്രദേശങ്ങളിൽ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും യുദ്ധസമാനമായ അടിയന്തരാവസ്ഥയും അനുകരിച്ചേക്കാം. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.